ഞാൻ പറയോ വാസു ഞാനല്ല വിളിച്ചു നിന്നല്ല ഹലോ ബ്രോ. ഹലോ ഹലോ ഹലോ. ടിക്കറ്റ് എന്താ ബ്രോ ടിക്കറ്റ്? ഹലോ ബ്രോ, പേരെന്താ ബ്രോ? പേരെന്താ ബ്രോ? എന്റെ പേര് റൊസാറിയോ. റൊസാരിയോ. എന്താ പരിപാടി ഇവിടെ? ബ്രോ ഇവിടെ ഡ്രസ് മാറാൻ വന്നത്. ഡ്രസ് മാറാൻ വന്നാണല്ലേ? പിന്നെ എന്താ കൊണ്ട് വിശേഷം? നല്ല വിശേഷം. ബ്രോക്കൊക്കെ എങ്ങനെയുണ്ട്? സുഖല്ലേ? ഞങ്ങൾക്ക് നല്ല വിശേഷം. നമ്മൾക്ക് ഭയങ്കര സുഖം. നമ്മള് വിശേഷം കുറച്ച് കൂടുതലായതുകൊണ്ടേ നമുക്ക് അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതൊരു പ്രശ്നമില്ല. നിങ്ങളുടെ സൂവിൽ ഇപ്പൊ ആളെ കയറിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണ് വാങ്ങിക്കുന്നത്? സൂവാ? നിങ്ങളുടെ പേര് ബ്രോ Z30. എന്താ എന്താണ് പറഞ്ഞാൽ അതൊരു വലിയൊരു മീനിങ് ആണ് ബ്രോ. ഇതുണ്ട് വലിയ മീനിങ് എന്ന് പറയുമ്പോ വഴിയാധാരമായ 30 പേര്. വഴിയാധാരമായ 30 പേര്. റെമോണ്ടാഡ എന്താണെന്നറിയോ? ഇല്ല ഇല്ല. റെമോണ്ടാഡ എന്നാണ് ഇതിന്റെ റെമോണ്ടാഡയുടെ ഇതാണ് ഇതിന്റെ റഷ്യൻ മീനിങ് ആണ് റെമോണ്ടാഡ. വഴിയാധാരമായ 30 പേര്. വഴിയാധാരമല്ല, ഒരുമിച്ച് ലൈക്ക് വളർന്നു വന്ന ഒരു 30 പേര്. അങ്ങനെയാണ് ഒരുമിച്ച് വളർന്ന 30 പേര്. എന്താണ്? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരുമിച്ച് വന്നതായതുകൊണ്ട് നിന്നെ ഇപ്പോഴും വിട്ട് തല്ലിയ ഇവര് ഒരുമിച്ച് ഇപ്പൊ ഇവിടെ വരുമോ? നമ്മള് വട്ടത്തിട്ട് ഒരുത്തന്നെ ഊക്കി. നീ ഒന്ന് റേഡിയോ കോൾ കൊടുത്തേ. ഹലോ ഹലോ റേഡിയോ കേക്കാവോ? ഒന്ന് വണ്ടിന്ന് മാറി നിക്കാവോ? അതെന്താ വണ്ടി അടിച്ച് വീഡിയോ കിട്ടും. വീഡിയോ കിട്ടിക്കൊണ്ടിരിക്കും. പുറത്തേക്ക് അത് ഒരാൾ ചോദിക്കാൻ പറ. എന്നെ തൊട്ടാല് നിങ്ങൾ ചോദിക്കാൻ വരൂലേന്ന്. ചോദിക്കാൻ വരുവാടാ? നീ പോയി ആളെ ചോദിക്കാൻ വരൂന്ന്. നിന്റെ തലയിടിച്ചു ഇതുപോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ ബ്രോ? ഇപ്പൊ നമ്മള് കറന്റ് ഒരു സിറ്റുവേഷനിലാണ്. ഫ്രീ ഫയർ അടിക്കാൻ നിക്കണേ MX13 ആയിട്ട്. സിറ്റുവേഷൻ ഒരു 1 മണിക്കൂറിൽ എല്ലാ ഫ്രീ ഫയർ മാറുന്നൊക്കെ തീരും. ഓക്കെ. നിന്റെ പേരെന്തിനാ? എന്റെ പേര് റൊസാരിയോ. ശരിയാവില്ല. നമ്മുടെ ആളൊന്ന് അക്കൗണ്ട് നോക്കണം. ഹലോ കേട്ടൂടെ? ഹലോ ബോബോയുടെ കാര്യം പറയാൻ പറ്റത്തില്ല. ബോബോയുടെ കാര്യം പറയാൻ പറ്റില്ല. സിറ്റുവേഷൻ എടുത്താൽ നമുക്ക് ഞങ്ങൾക്കൊരു കലിപ്പൊന്നും നമ്മള് ഗ്യാങ്ങിൽ കലിപ്പായിരിക്കുമല്ലോ നമ്മള്. ബ്രോ വൈകുന്നേരം കലിപ്പാവാനും വേണ്ട വാർ ജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ട്. അല്ലല്ല, ഇവന്മാരുടെ നേരെ പോയിട്ട് മറ്റേ ബോബോയുടെ കാര്യം പറയാൻ പറ്റത്തില്ല. നമ്മൾ ആരുടെ വെറുതെ കലിപ്പാവാൻ പാടില്ല അല്ലേ? അപ്പൊ അതറിയാം. പക്ഷെ നമ്മള് അല്ല നമ്മുടെ താവണത്ത് നമ്മള് നിക്കണം ബ്രോ. അതാണ്. എന്നാലും ഞാൻ ഗോഗോ ഒന്ന് കലിപ്പിക്കും. ഗോഗോ എടുത്തൊന്ന് കലിപ്പിക്കും. വീഡിയോ കിട്ടിക്കൊണ്ടിരിക്കണ്. നാശത്തിന് ഗോഗോ ഒന്ന് കലിപ്പിച്ച അവനൊന്ന് കലിപ്പിച്ചേ. ബ്രോ ക്ലിയർ ആയിട്ട് ഇട്ടൂടാ. പിടിച്ച് ഒരയ്ക്ക് നിന്റെ തറ. നിന്റെ മോന്ത കണ്ട നിന്നെ പിടിച്ച് തറ പരമൊണ്ണേ. നീ പരമൊണ്ണേ മൊണ്ണേ. എന്തിനാടാ ജീവിക്കണ നീ? എന്തിനാടാ ഗ്യാങ്ങിൽ ജീവിക്കണ നീ?
നീ ഗ്യാങ്സ് ഊരിട്ട് വല്ല പുല്ലുവെട്ടാടാ പുല്ലുവെട്ടാൻ പോടാ നീ. നമ്മുടെ 14 പേര് ഇങ്ങോട്ട് വന്നടാ. ഉള്ള ഒരു 14 പേര് ഇങ്ങോട്ട് വന്നേ. 8011 പെട്ടെന്ന് വന്നേ. ഇന്നലെ ഫോൺ വിളിച്ചപ്പോ ചന്ദ്ര കൊളച്ചളിയാ കൊളച്ച് എന്റെ അണ്ണ ഇത് ഇത് അഭിനയം അഭിനയം ഇത് വേണ്ട 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 അഭിനയം വേണ്ട അഭിനയം വേണ്ട അഭിനയം വേണ്ട അഭിനയം വാസു വാസു ഒരു ഇങ്ങൊന്നേ അകത്തോട്ട് അകത്തോട്ട് എടാ അവനെ വിടലടാ അവനെ വിടലടാ അവനെ വിടലടാ അവനെ വിടല എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു മണ്ടൻ ചന്ദ്രൻ അതിന്റെ ഇടയ്ക്ക് ഭീകനെ കൊണ്ടുവരുന്നു. ഒരു ഇൻഫോർമേഷൻ വന്ന് ഇപ്പഴവരെ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇത് വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന. ആണോ വേറൊരു പണിയുണ്ട്. അതാ പറടാ. ഞാൻ എന്താ അകത്തുണ്ട് അകത്ത് ഇതിനകത്ത് അവൻ പ്രീവാറിന് പോവാന്ന് പറയുന്നു. അപ്പൊ അത് ഇതാവൂലേ? പ്രീവാറിന് പോവാൻ വേണ്ടി നിൽക്കുന്ന. അതുകൊണ്ടല്ലേ ഞാൻ അടിക്കാത്തല്ല. ഞാൻ എപ്പോഴും അടിച്ചിട്ടല്ല സംസാരിക്കുള്ളായിരുന്നു. പ്രീവാർ ടൈമിൽ നമുക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല 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 ഇല്ല. അപ്പൊ പേടിയോടാ ബ്രോ ഇന്നലെ എന്തെങ്കിലും നമ്മുടെ ടിവിയിലുള്ള ഫോൺ വിളിച്ചിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എന്താ ബ്രോ കേട്ടില്ല? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് കൊണച്ചായിരുന്നോ നമ്മുടെ അടുത്ത്? എപ്പോഴാ ബ്രോ? എടാ എപ്പോഴാണ് വിളിച്ചത്? ഇല്ല ബ്രോ ഞാൻ കൊണച്ചല്ല എന്തായാലും. കൂടെ വേറെ കുറെ പേരുണ്ടായിരുന്നു ബ്രോ. നിന്റെ മൊണ്ണ ലീഡർ മറ്റേ ട്യൂബില് അവന് പിന്നെ സർജ് അവനും പിന്നെ അവന്റെ ടർഫ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ടോറസ് അവനൊക്കെ ചോദിച്ചോ നീ. ഓക്കെ ഓക്കെ. എടാ ഹലോ റേഡിയോ റെഡി ചോദിച്ചത്. എടാ നമ്മുടെ കൂട്ടത്തിൽ ഇന്നലെ ആരെങ്കിലും യുവമാരെ വിളിച്ച് കൊണച്ചായിരുന്നടാ? ഇവന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെ അറിയാം ഞങ്ങളാണെന്ന്? എന്താ ബ്രോ? ബ്രോ നിങ്ങള് അവരെങ്ങനെ അറിയുന്നുണ്ട്? വിളിച്ചാലും കൊണച്ചായിരുന്നടാ ഇന്നലെ? അങ്ങനെ ചോദിക്കേ. ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. ഇല്ലെന്ന് പറഞ്ഞല്ലേ? ഇല്ല ഇല്ല. ഇതാണ് പറയുന്നത് ആമ്പിളാരായ നട്ടല് വേണം. ഇതാണ് പറയണത് മനസ്സിലായടാ. നിങ്ങൾ ഇങ്ങനെ മറ്റേ എല്ലായിടത്തും വന്നിട്ട് കൂട്ടമായിട്ട് കാര്യമില്ല. നട്ടലുള്ള ഒരു 4 പേരെ വേണം. ഒരുത്തിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞെന്ന് സമ്മതിക്കാൻ മിനിമം ഒരു കേപ്പബിലിറ്റി ഉള്ളവന്മാരെ കൊണ്ടു നടക്കണം കൂട്ടത്തിൽ. മനസ്സിലായോ? പിന്നെ ഇവിടെ ഇട്ട് പുഴിപ്പിക്കുവാന്ന് നീ റേഡിയോയിൽ പറഞ്ഞിട്ട് പോലും ഒരുത്തിനും പോലും വന്നില്ലല്ലോ. അതാണ് നിന്റെയൊക്കെ നമ്മളുള്ള വ്യത്യാസം. നീ തൽക്കാലം എന്ത് ചെയ്യുന്നറിയോ? നീ പോയി ഫ്രണ്ട്ലി മാച്ച് കളിച്ചിട്ടോ ചെല്ല്. നീ പോയി ഫുട്ബോൾ മാച്ച് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരുത്തനാണെങ്കിൽ ഇങ്ങനെ വെച്ച് പുഴിപ്പിക്കൂലായിരുന്നു. മനസ്സിലായി? പല്ലുകൊണ്ട് ഓടിയാ നീ എ ക്ലാസ് തല്ല്. നീ വിട്ടോ തൽക്കാലം പേടിച്ചു വീഡിയോ ആവും ബ്രോ. വീഡിയോ അതുകൊണ്ടാണ് ഞാൻ വള്ളി വല്ലം നോക്കിയപ്പോ വണ്ടിന്ന് ഇറങ്ങി. നിന്റെ കൂടുതൽ നമ്മളൊരു പ്രീവാറിന് നിക്കണേ. പ്രീവാറിന് വണ്ടി വേണം. വണ്ടി വേണം ബ്രോ. നിനക്ക് വണ്ടി വേണം. നീ വള്ളി തൂങ്ങിയല്ലേ മനുഷ്യന്റെ ജന്മം സാധാരണ അവന്മാരായിട്ട് നമ്മള് വലിയ പ്രശ്നമില്ലായിരുന്നു. അവൻ ബോബോയെ കൊണ്ടുപോയിട്ട് മറ്റേ കുനിച്ചു നിർത്തിയിട്ട് മറ്റേ ഞാൻ ആ വാക്ക് പറഞ്ഞാൽ ചിലപ്പോ ഒഫൻസീവ് ആയിപ്പോ. അതുകൊണ്ട് ആ ഇമോട്ട് ഇടിപ്പിച്ച് എന്താണെന്ന് ഇവനെ കൊണ്ടു നിർത്തും. ഒരു വിടലും ഇല്ല ഇതിനകത്ത്. ഇവനെ കുമാരെ കൊണ്ട് നിർത്തും. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തും. പക്ഷെ ഞാൻ കഴിഞ്ഞ ഇതിലെ പറഞ്ഞതാണ്, ഞാൻ അധികം തെറിവെളി ടോക്സിസിറ്റിയും ഞാൻ ഇതിനകത്ത് എൻകറേജ് ചെയ്തില്ല. ഇത് RP ആണ്. അപ്പൊ ഞാൻ സിറ്റിക്കകത്ത് ഞാൻ ഈ ഒരു ഇതിലെ ഇനി സിറ്റുവേഷൻ ലീനാക്കിലേ നിൽക്കുന്നുള്ളൂ. കാരണം ഞാൻ അത് എന്റെ വായിന്ന് ഈ തെറിയും ഇതും കൺട്രോൾ ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ അത് കഴിഞ്ഞ ഒരു സിറ്റുവേഷൻ തൊട്ട് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്. മനസ്സിലായോ? SRR എന്തിനാ ഡ്രാഗ് ആക്കുന്നത്? ആര് ഡ്രാഗ് ആക്കി? ആര് ഡ്രാഗ് ആക്കി? Z30ക്ക് ഇസഡിന് സൂ എന്നൊരു പേരിട്ട് SRRയുടെ പേരോട് എല്ലാം പറഞ്ഞു. ആരും പറഞ്ഞില്ല.
പിന്നെ ഡ്രാഗ് ആക്കിയത് ഞങ്ങളല്ല. ഇവന്മാരിപ്പോൾ കളിക്കുന്നതിനകത്ത് ഇതിനകത്ത് പർട്ടിക്കുലർ പ്ലേയേഴ്സിന്റെ ഇൻസ്റ്റാ സ്റ്റോറി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൊട്ട ചട്ടി എന്നൊക്കെ പറഞ്ഞ് വെളിയിൽ മോണ്ടേജ് ഇട്ടിട്ട് അതിനകത്ത് എൻ്റെ പേര് കൊട്ട എന്നും ചട്ടി എന്നും ഒക്കെ പറഞ്ഞ് മറ്റേ ഇങ്ങനെ മെൻഷൻ ചെയ്ത് ഇടുന്നത്. അപ്പോൾ ആരെ ഡ്രാഗ് ആക്കിയ ഇവന്മാരാണോ ഞങ്ങളാണോ? ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് സിറ്റിക്കകത്ത് പോയെ തൊട്ടാൽ ഈ കണ്ടികളെ കൊണ്ട് കത്തിക്കും. എടാ ഇവന്റെ പേരെന്തിനാണ്? അവൻ ഇങ്ങനെ പറഞ്ഞ മനസ്സിലാവും. അവന്മാർക്ക് കുറങ്ങന്റെ ഭാഷ പറഞ്ഞാലും മനസ്സിലാവത്തുള്ളൂ. അല്ലേ സാർ 18+ വാണിംഗ് ഉണ്ടെന്ന്. അയ്യോ വന്നാലും വേണ്ട ബ്രോ. ഇല്ല ഞാൻ ഇനി അങ്ങനെ ഇരുന്ന് പഴയതുപോലത്തെ നേരത്തെ പോലെ ഞാൻ ഇരുന്ന് വിളിക്കില്ല ബ്രോ. അതിൽ കുറെ ആൾക്കാർ പറയണ കാര്യങ്ങളിലും കാര്യമുണ്ട്. നമ്മുടെ ലൈവ് ഒക്കെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന കുറെ പേരുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് തെറിയായിട്ട് വിളിക്കില്ല. പറയാനുള്ള ഡയലോഗും പറയാനുള്ള കാര്യങ്ങളും പറയും. അത് എക്സ്ട്രീം ടോക്സിസിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല. നമ്മ മിമിക്രി അല്ലേ ചെയ്യുന്നുള്ളൂ. താറാവേ നിനക്ക് മോനെന്നോ ഞാൻ കണ്ടായിരുന്നു. ഒരു കൺസൈൻമെന്റ് അടിക്കാൻ വന്നിട്ട് അതടിക്കാനും പറ്റിയില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നീക, ഞാൻ സത്യം പറഞ്ഞോട്ടെ. ഞാൻ നിന്നെ വഴക്കായിട്ട് പറയണതല്ല. എടാ ഗ്യാങ് സിറ്റുവേഷൻ ട്രിഗർ ആവുന്ന സമയത്ത് നീ ഇടയ്ക്ക് കയറി വന്ന പണി കിട്ടും നീക. ഞാൻ മിണ്ടിയാലും മിണ്ടിയില്ലേലും നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നീ അതിന്റെ ഇടയ്ക്ക് നിന്നെ ആ മണ്ടൻ ചന്ദ്രൻ പിടിച്ച് നിന്നെ ഇട്ട് കൊടുക്കാൻ നോക്കിയപ്പോ എടാ ഇവന്മാര് അതേപോലല്ല. ഇവന്മാരൊരു ചെറിയ റീസൺ കിട്ടാൻ നോക്കിയിരിക്കും ടിക്കറ്റ് വലിച്ചു തരാൻ. ഞാൻ ഉറപ്പാണ് സീരിയസ് ആയിട്ട് നീ ഇവനെ കൊണ്ട് സംസാരിപ്പിച്ചിരുന്നെങ്കിലോ ദേഷ്യം പിടിപ്പിച്ചെന്ന് പറഞ്ഞാ എന്തിനു പറയാൻ പറ്റില്ല. അളിയാ അത് ഗ്യാങ് സിറ്റുവേഷൻ ഇല്ല അത് സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് അവൻ പറഞ്ഞ് ആരെങ്കിലും കൂടെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അത് അവർക്ക് പറഞ്ഞു. നമ്മൾ കാണാതെ പോകുന്ന ഒരു സംഭവമാണ്. 18+